പശ്ചിമേഷ്യയിൽ താൽക്കാലിക ആശ്വാസം. രണ്ടാഴ്ചത്തേക്ക് വെടിനിർത്തൽ അംഗീകരിച്ച അമേരിക്കയും ഇറാനും. ഹോർമുസ് കടലിടുക്ക് തുറക്കണമെന്ന ട്രംപിന്റെ ആവശ്യം ഇറാൻ അംഗീകരിച്ചു. പാകിസ്ഥാന്റെ ഇടപെടലാണ് വെടിനിർത്തലിന് നിർണായകമായത്. വിശദാംശങ്ങളുമായി ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്നും ബനീഷ ബാബു ചേരുന്നുണ്ട്. ബനീഷ, ഒടുവിൽ പശ്ചിമേഷ്യയിൽ ശാന്തത കൈവരുന്നു. പാകിസ്ഥാന്റെ ഇടപെടൽ ഫലം കാണുന്നു. ഇപ്പോൾ വെടിനിർത്തലിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നു. വിശദാംശങ്ങൾ എങ്ങനെ? ഗൗതം, പശ്ചിമേഷ്യയിലെ സംഘർഷം 39ാം ദിവസത്തിൽ എത്തി നിൽക്കുകയാണ് ഇത്തരത്തിലൊരു വെടിനിർത്തൽ സാധ്യമായിരിക്കുന്നത്. ഇറാനെതിരെയുള്ള ആക്രമണത്തിൽ രണ്ടാഴ്ചത്തെ വെടിനിർത്തലാണ് ഇപ്പോൾ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. അതായത് ട്രംപ് നൽകിയ അന്ത്യശാസനം അവസാനിക്കാൻ മിനിറ്റുകൾ മാത്രം ശേഷിക്കുകയാണ്. ഇത്തരത്തിൽ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലൂടെ ഇത്തരത്തിലൊരു ഹോർമുസ് തുറന്നു നൽകിയാൽ വെടിനിർത്തലിന് അമേരിക്ക തയ്യാറാണെന്നുള്ള ഒരു പ്രഖ്യാപനം ട്രംപ് നടത്തുന്നത്. ഇതിനു പിന്നാലെ ഈ ഒരു പ്രഖ്യാപനത്തോട് അനുകൂലമായ ഒരു നിലപാട് ഇറാനും കൈവരിച്ചു. ഇതോടെ അതായത് ഈ പശ്ചിമേഷ്യയിൽ നീണ്ടുനിന്ന 39 ദിവസത്തെ സംഘർഷം അവസാനിപ്പിക്കാൻ ഇപ്പോൾ ഇറാനും സമ്മതിച്ചിരിക്കുകയാണ്. പാകിസ്ഥാന്റെ മധ്യസ്ഥതയിലാണ് ഇത്തരത്തിലൊരു നയതന്ത്ര ചർച്ചകൾ നടന്നിരുന്നത്. ആദ്യം പാകിസ്ഥാനും തുർക്കിയും സൗദിയും ഉൾപ്പെടുന്ന ഈ നയതന്ത്ര സംഘം നൽകിയ 45 ദിവസത്തെ വെടിനിർത്തൽ എന്ന പ്രഖ്യാപനം അല്ലെങ്കിൽ ഒരു കരാർ ഇത്തരത്തിൽ ഇറാൻ ഏകപക്ഷീയമായി തള്ളിയിരുന്നു. ഈ ഒരു സാഹചര്യത്തിലാണ് ഇറാൻ മുന്നോട്ട് വെച്ച 10 ഇന നിർദ്ദേശങ്ങൾ അമേരിക്കൻ പ്രസിഡന്റിന് കൈമാറുകയും ഇപ്പോൾ ഈ 10 ഇന നിർദ്ദേശങ്ങളിൽ ചർച്ചയാകാമെന്ന് ഇപ്പോൾ ഡൊണാൾഡ് ട്രംപ് വ്യക്തമാക്കിയിരിക്കുന്നത്. അതായത് ഹോർമുസ് തുറന്നു നൽകിയാൽ ഈ 10 നിർദ്ദേശങ്ങളിലും ചർച്ചയാകാമെന്നും ഇത്തരത്തിലൊരു വെടിനിർത്തൽ സാധ്യമാകുമെന്നും അമേരിക്കൻ പ്രസിഡന്റ് വ്യക്തമാക്കിയതോടെയാണ് ഇതിനൊരു ഇറാന്റെ പക്ഷത്തു നിന്നും ഇപ്പോൾ അനുകൂലമായ ഒരു നിലപാട് വന്നിരിക്കുന്നത്. പാകിസ്ഥാന്റെ മധ്യസ്ഥതയിൽ തുർക്കി, സൗദി, ഈജിപ്ത് എന്നീ രാജ്യങ്ങളും ഈ മധ്യസ്ഥ ശ്രമങ്ങളിൽ പങ്കാളിയായിരുന്നു. അമേരിക്ക ആക്രമണം അവസാനിപ്പിക്കാതെ ഒരു വെടിനിർത്തലില്ല എന്നായിരുന്നു ഇറാൻ പറഞ്ഞിരുന്നത്. ഈ ഒരു സാഹചര്യത്തിലാണ് 10 നിർദ്ദേശങ്ങൾ ഇറാൻ മുന്നോട്ട് വെച്ചത്. ഈ നിർദ്ദേശങ്ങളിലാണ് ഇപ്പോൾ അമേരിക്ക ചർച്ചയ്ക്ക് തയ്യാറായിരിക്കുന്നത്. വെടിനിർത്തൽ അടിയന്തരമായി പ്രാബല്യത്തിൽ വരുമെന്ന് പാക് പ്രധാനമന്ത്രി ഷെഹബാസ് ഷെരീഫും വ്യക്തമാക്കി. ലെബനനിലും സമാന രീതിയിൽ ഒരു വെടിനിർത്തൽ ഉണ്ടാകുമെന്ന് പാക് പ്രധാനമന്ത്രി വ്യക്തമാക്കിയിട്ടുണ്ട്. ഇറാനിയൻ TV റിപ്പോർട്ട് ചെയ്യുന്നത് പ്രകാരമാണെങ്കിൽ ഇറാനെതിരെ ആക്രമണം ആവർത്തിക്കില്ലെന്ന് ഉറപ്പ് വേണം. ഹോർമുസിൽ ഇറാന് നിയന്ത്രണം വേണം. യുറേനിയം എൻറിച്ച്മെന്റ് അംഗീകരിക്കണം. ഇറാനെതിരായ നേരിട്ടും അല്ലാതെയുമുള്ള ഉപരോധങ്ങൾ നീക്കണം. UN സുരക്ഷാ കൗൺസിലും ഇന്റർനാഷണൽ ആറ്റോമിക് എനർജി ഏജൻസിയും ഇറാനെതിരെ പാസാക്കിയ പ്രമേയങ്ങൾ ടെർമിനേറ്റ് ചെയ്യണം. ഇറാന് ആവശ്യമായ നഷ്ടപരിഹാരം നൽകണം. മേഖലയിൽ നിന്ന് US സൈന്യത്തെ പിന്മാറ്റണം എന്നീ തുടങ്ങിയ ഒരു 10 നിർദ്ദേശങ്ങളാണ് ഇപ്പോൾ ഇറാൻ മുന്നോട്ട് വെച്ചിരിക്കുന്നത്. ഈ നിർദ്ദേശങ്ങളിൽ പാകിസ്ഥാനിൽ വെച്ചാകും ഈ ചർച്ചകൾ നടക്കുക. അതായത് വെള്ളിയാഴ്ച ഈ 10 നിർദ്ദേശങ്ങളിൽ പാകിസ്ഥാനിൽ വെച്ച് ചർച്ചകൾ നടക്കും. എന്നാൽ US ഇറാൻ നേരിട്ടുള്ള ചർച്ചകളായിരിക്കുമോ ഇതെന്ന കാര്യത്തിൽ ഇപ്പോൾ വൈറ്റ് ഹൗസ് ഒരു സ്ഥിരീകരണവും നൽകിയിട്ടില്ല. ഈ ട്രംപിന്റെ പ്രഖ്യാപനത്തിന് പിന്നാലെ തന്നെ ക്രൂഡ് ഓയിൽ വിലയിൽ വലിയൊരു ഇടിവ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. 19% ഇടിവാണ് ബ്രെന്റ് ക്രൂഡ് ഓയിലിന് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. അതേ ദിവസം ഈ ട്രംപ് കഴിഞ്ഞ ദിവസം നടത്തിയ ഒരു യുദ്ധ പ്രഖ്യാപനത്തിനെതിരെ വലിയൊരു പ്രതിഷേധവും അന്താരാഷ്ട്ര സമൂഹത്തിൽ നിന്ന് ഉയരുന്നുണ്ട്. ഒറ്റ കാര്യം കൂടി, അതായത് ഹോർമുസ് തുറക്കുന്നതിന് വേണ്ടിയിട്ടുള്ള തീരുമാനത്തിലേക്ക് കാര്യങ്ങൾ എത്തുകയാണെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതാണ് അമേരിക്ക മുന്നോട്ട് വെക്കുന്ന ഒരു ഉപാധി. ഈ ഹോർമുസ് കടലിടുക്ക് തുറന്നു നൽകി കഴിഞ്ഞാൽ തങ്ങൾ ആയുധം താഴെ വയ്ക്കാൻ തയ്യാറാണ്, വെടിനിർത്തലിന് തയ്യാറാണെന്ന് അമേരിക്ക പറയുന്നു. അത് ഇറാൻ അംഗീകരിക്കുന്നു. അപ്പോൾ നമുക്കറിയാം, ഈ ഹോർമുസ് അടച്ചിട്ടതിന് പിന്നാലെ ഉണ്ടായിട്ടുള്ളൊരു വലിയ ഇന്ധനക്ഷാമം, പ്രത്യേകിച്ച് LPG ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ ഉണ്ടായിട്ടുള്ള ക്ഷാമം നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ ആ വിഷയങ്ങളൊക്കെ തന്നെ പരിഹാരം ഉണ്ടാവുകയല്ലേ? നമുക്ക് ഇന്ധനക്ഷാമം ഉൾപ്പെടെ പരിഹരിക്കാൻ വേഗത്തിൽ കഴിയുന്ന സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ എത്തുകയാണോ? ഹോർമുസ് തുറന്നു നൽകാമെന്ന ഉറപ്പിലാണ് ഇപ്പോൾ ഒരു വെടിനിർത്തൽ സാധ്യമായിരിക്കുന്നത്. ഈ ഒരു സാഹചര്യത്തിൽ ഹോർമുസ് തുറന്നു നൽകിയാൽ ഇപ്പോൾ ലോക വിപണിയിൽ തന്നെ നേരിട്ടിരിക്കുന്ന ഈ ഇന്ധന പ്രതിസന്ധിയും LPG ഉൾപ്പെടെയുള്ള പ്രതിസന്ധിയിലെല്ലാം ഒരു അടിയന്തരമായുള്ള ഒരു ഇളവ് ഉണ്ടായില്ലെങ്കിലും, ഒരു പ്രതിസന്ധിയിൽ മാറ്റമുണ്ടായില്ലെങ്കിലും സാവധാനത്തിലായിരിക്കും ഈ ഒരു അതിലൂടെയുള്ള കപ്പൽ ഗതാഗതം പുനഃസ്ഥാപിച്ചാലുണ്ടാകുന്ന മാറ്റം എന്ന് പറയുന്നത്. ഗൗതം, ശരി, ബനീഷയാണ് എന്തായാലും വിവരങ്ങൾ നൽകിയത്. എന്തായാലും പശ്ചിമേഷ്യയിൽ നിലവിൽ സംഘർഷ സാഹചര്യങ്ങൾ കയവ് വരുന്നു. വെടിനിർത്തലിന് വേണ്ടി തയ്യാറെടുക്കുന്നു. അമേരിക്ക മുന്നോട്ട് വെച്ച ഉപാധി അതിപ്പോൾ ഇറാൻ അംഗീകരിക്കുന്നു. ഉപാധി അംഗീകരിച്ചില്ലെങ്കിൽ, ഹോർമുസ് തുറന്നില്ലെങ്കിൽ ഒറ്റ ദിവസം കൊണ്ട് ഇറാനെ നശിപ്പിക്കുമെന്നുള്ള തരത്തിലായിരുന്നു അമേരിക്കയുടെ പ്രതികരണം ഉണ്ടായത്. എന്തായാലും ആ പ്രതികരണത്തിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ നിലവിൽ ഇറാനും ഈ കാര്യങ്ങളിൽ അംഗീകാരം നൽകിയിട്ടുണ്ട്. എന്തായാലും
പശ്ചിമേഷ്യയിൽ സമാധാനം ഉണ്ടാകുന്നു എന്നതാണ് ഏറ്റവും പ്രത്യാശാപരമായ കാര്യം. അതോടൊപ്പം ഹോർമുസ് കടലിടുക്ക് തുറന്ന് ഇന്ധന പ്രതിസന്ധിയിലേക്കും കാര്യങ്ങൾ മാറുന്ന സാഹചര്യം ഉണ്ടാകുന്നു.